മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ വിധി നാളെ. നെടുമങ്ങാട് കോടതിയാണ് വിധി പറയുക. നേരത്തെ അഭിഭാഷകനായിരിക്കെ ആന്റണി രാജു കോടതിയിൽ ക്ലർക്കിന്റെ സഹായത്തോടെ തൊണ്ടി മുതൽ മാറ്റിയെന്നാണ് കേസ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണ്, ഇപ്പോൾ വിധി വരാനിരിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ പ്രസക്തി, മറ്റു വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. നമ്മൾ അതിന്റെ നാൾവഴികൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ടി മുതൽ അത് മാറ്റിവെക്കുക, അതിനുശേഷം അതിൽ ഒരു മുൻ മന്ത്രി പ്രതിയേർക്കപ്പെടുക എന്ന നിലയിലോട്ടൊക്കെ പോയി ഒരു അസാധാരണമായ ഒരു കേസും അതോടൊപ്പം തന്നെ നടപടികളൊക്കെ ആയിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. സുപ്രീം കോടതി വരെ ഇതിൻ്റെ നിയമ പോരാട്ടം ആന്റണി രാജു ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം തിരിച്ചടിയേറ്റു. ഏറ്റവും അവസാനമാണ് ഇതിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ആന്റണി രാജു അദ്ദേഹം അഭിഭാഷകനായിരുന്നു. 1990-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഒരു ഓസ്ട്രേലിയൻ പൗരൻ അദ്ദേഹം ലഹരി വസ്തുക്കളുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുന്നു. അവിടെ വെച്ച് പിടിക്കപ്പെടുന്നു. അത് തുടർന്ന് അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു പിന്നീട് ഈ കേസിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നു. ആന്റണി രാജുവിനൊപ്പം അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു സീനിയർ അഭിഭാഷകയാണ് ഇതിന് ഹാജരാകുന്നത്. അവിടെ നിന്ന് കോടതിയിൽ നിന്ന് തിരിച്ചടിയേക്കുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ പോകുന്ന സമയത്താണ് ഈ തൊണ്ടി മുതലിൽ കൃത്രിമം വരുത്തുന്നത്. അടിവസ്ത്രമാണ് തൊണ്ടി മുതലായി ഉണ്ടായിരുന്നത്. ഇത് ഈ ഓസ്ട്രേലിയൻ പൗരന്റെ അടിവസ്ത്രമല്ല, അത് വലിപ്പം വ്യത്യാസമുണ്ട് എന്നൊരു കാര്യമാണ് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. പിന്നീടാണ് സംശയം തോന്നി ഇതിൽ അന്വേഷണം നടക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഈ കോടതിയിലുണ്ടായിരുന്ന തൊണ്ടി സെഷനിലുള്ള ഒരു ക്ലർക്കിൻ്റെ സഹായത്തോടുകൂടി ആ തൊണ്ടി മുതൽ അവിടെ നിന്ന് എടുക്കുകയും പിന്നീട് അതിൻ്റെ വലിപ്പ വ്യത്യാസം മാറ്റം വരുത്തിയാണ് ഇത്തരത്തിൽ കൃത്രിമം വരുത്തിയെന്നുള്ളതാണ്. പിന്നീട് പല തവണകളായി ഈ കേസ് കോടതിയിൽ വന്നു. പിന്നീട് പല ഘട്ടങ്ങളിലും ഈ പ്രതികൾ കോടതിയിൽ ഹാജരാകാതെ വന്ന സിറ്റുവേഷൻ വന്നു. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ രണ്ടാമത്തെ പ്രതിയാണ് ആന്റണി രാജു.